ഹരിശ്രീ അശോകൻ അന്ന് മിമിക്രിയൊക്കെ കളിച്ച് നടക്കുന്ന സമയമാണ്. അശോകൻ ആ ലൊക്കേഷനിൽ വരികയും അങ്ങനെ അശോകൻ എന്നെ വന്ന് കണ്ടു. അപ്പോൾ എനിക്ക് സ്റ്റേജിൽ മിമിക്രിയൊക്കെ അശോകൻ്റെ കണ്ടത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ് അശോകൻ. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിശ്വംഭര സാറിനെ പരിചയപ്പെടുത്തി ഇങ്ങനെ അശോകൻ നന്നായിട്ട്. അപ്പോൾ സാറിനും വലിയ താല്പര്യമാണ്. അപ്പോൾ തന്നെ എന്തെങ്കിലും ഇയാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അശോകനും ഞാനും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ ഭ്രാന്തന്മാരുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഭ്രാന്തനായാൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സംഭാഷണത്തിനിടയിൽ അശോകൻ തന്നെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു കൈനോട്ടക്കാരൻ്റെ ഒരു സംഭവം അശോകൻ പെർഫോം ചെയ്ത് കാണിക്കണം. ഇങ്ങനെ ഒരു സാധനമുണ്ട്, അത് നമുക്ക് ചെയ്താലോ എന്ന് പറഞ്ഞപ്പോൾ അത് കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ വിശ്വംഭര സാറും പറഞ്ഞു അത് ചെയ്താൽ മതി താൻ എന്ന് പറഞ്ഞിട്ട് അശോകനെ ആ ഭ്രാന്തൻ്റെ വേഷം കൊടുക്കുകയും അശോകൻ മിമിക്രിയിൽ അവതരിപ്പിച്ചിരുന്ന വെച്ചാൽ ഒരു സ്കിറ്റ് തന്നെ, ഒരു കൈനോട്ടക്കാരൻ്റെ സ്കിറ്റ് തന്നെ ഫെസ്റ്റിവൽ എന്ന സിനിമയിൽ അവതരിപ്പിച്ചു. അന്ന് തുടങ്ങിയ അശോകനായിട്ടുള്ള ബന്ധം ഇന്നും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അശോകൻ്റെ ആദ്യത്തെ സിനിമയാണോയെന്ന് എനിക്കറിയില്ല, പക്ഷേ അശോകനും ഞാനും തമ്മിൽ കണ്ടുമുട്ടുന്നതും എൻ്റെ സിനിമയിൽ അശോകനെ അഭിനയിക്കുന്നതും ഈ ഫെസ്റ്റിവലിലാണ്.